ഇവിടെ വാസുകി ഒപ്പിട്ടിരിക്കുന്ന വിദ്യാഭ്യാസ വകുപ്പിലെ അഡീഷണൽ സെക്രട്ടറിയും തമ്മിൽ ഒപ്പിട്ടിരിക്കുന്ന ധാരണാപത്രം കേരള ഗവർണറുടെ പേരിലോ ഇന്ത്യൻ പ്രസിഡന്റിന്റെ പേരിലോ അല്ല. അതുകൊണ്ട് തന്നെ മേൽപ്പറഞ്ഞ MOU-വിന് മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിന് നിയമപ്രാബല്യം ഇല്ലാത്തതാണ്. കൂടാതെ സംസ്ഥാന സർക്കാരുകളുടെ ഭരണപരമായ കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 166 പ്രകാരം റൂൾസ് ഓഫ് ബിസിനസ് ഇൻ ഗവൺമെന്റ് ചട്ടം സർക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്ത് ഇത് ബാധകമാണോ എന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇതേ നേരത്തിൽ നയപരമായ തീരുമാനങ്ങൾ മന്ത്രിക്കോ മുഖ്യമന്ത്രിക്ക് പോലുമോ മന്ത്രിസഭാ കൂടാതെ അത് എടുക്കാൻ അധികാരമില്ല എന്ന് ഇരിക്കുന്നിടത്ത് ഒരു നിയമപ്രകാരം നിലനിൽക്കുന്നതല്ലെന്ന്, ഇത് നള്ളിറ്റിയാണെന്ന് കോടതികൾ പ്രഖ്യാപിക്കുന്നതാണ്. ഇത് തന്നെ നമുക്ക് ചന്ദ്രാപൂർ ഡിസ്ട്രിക്ട് സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര കേസിനകത്തും ഇതേപോലുള്ള വിധി ഉണ്ടായിട്ടുണ്ട്. ഈ കോടതി വിധികൾ, ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും വിധികൾ നമ്മുടെ മുമ്പിലുള്ളപ്പോൾ എന്തിനാണ് അതിനകത്തേക്ക് RSSന്റെ വിഷസർപ്പങ്ങൾക്ക് വിളക്ക് വെക്കാൻ വേണ്ടിയിട്ട് മുസ്ലിം ലീഗിന്റെ മന്ത്രി ഗ്രീൻ സിഗ്നൽ